ഇവിടെ വമ്പ അടിയടക്കാണ്. അടിയും വിഷയവും കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെന്നതാണ്. ദുഷ്ടനെ അതോ എടുത്തിട്ട് ഭദ്രകാളി കീച്ചയാണ് അവിടെ. കണ്ടില്ലേ? അയ്യോ, സെറ്റാക്കി. പാരിപ്പള്ളി കുടുംബൂട്ടിൽ ക്ഷേത്രത്തിലെ പടുക്ക ഘോഷയാത്രയാണ്. അപ്പം പടുക്കയ്ക്ക് ഇടയിൽ ഇങ്ങനെ അനുഗ്രഹം കിട്ടുന്നവർ നമ്മൾ ആദ്യം ആ ക്യൂവിൽ നിന്ന് ആദ്യം അമ്പലത്തിലേക്ക് കയറ്റി വിടും. അവരുടെ പടുക്ക ആദ്യമേ ക്ഷേത്രത്തിലെത്തിക്കും. അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള പടുക്ക ഘോഷയാത്രയായിരുന്നു. 3-4 സ്ഥലത്തു നിന്നുള്ള പടുക്കകൾ ക്ഷേത്രത്തിൽ ഇന്നലെ എത്തിച്ചേർന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. ഉത്സവത്തിന് എഴുന്നള്ളത്ത് ആനയിച്ച് വരുന്ന കണക്കാണ് ഇന്നലെ പടുക്ക ഘോഷയാത്ര നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്, പാരിപ്പള്ളി കുടുംബൂട്ടിൽ ക്ഷേത്രം. ഇവിടുത്തെ പടുക്ക തന്നെ കളർഫുൾ ആണല്ലേ? അതെ അതെ, പടുക്ക മാത്രമല്ല, ഇനി ഗജമേളയുണ്ട്, പ്രോഗ്രാംസുകൾ എല്ലാം വളരെ കളർഫുൾ ആയിട്ടാണ് എല്ലാം നടക്കാൻ പോകുന്നത്. അതെ അതെ അതെ, അടിപൊളിയായി. ഏതായാലും മൊത്തം കളറാവട്ടെ കേട്ടോ. 10 ദിവസം അടിച്ചു പൊളിക്കുവാണ്. ഇപ്പൊ 3 ദിവസമായി, ഇനി 7 ദിവസത്തോടെ ഉണ്ട്. ബാക്കിയെല്ലാം അടിച്ചു പൊളിക്കാൻ. പണ്ടൊക്കെ നമുക്ക് 10ാമത്തെ ദിവസമായിരുന്നു നമുക്ക് കൂടുതൽ ആഘോഷം. ഇപ്പോൾ 1ാം ഉത്സവം തൊട്ട് 10ാം ഉത്സവം വരെ നമുക്ക് പാരിപ്പള്ളിക്കാർക്ക് ഒരു മേള തന്നെയാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും പോസിറ്റീവ് വൈബായിരിക്കട്ടെ മൊത്തം. അതെ, എല്ലാവരും പറഞ്ഞ പോലെ 1ാം ദിവസം തൊട്ട് അതിഗംഭീരമായ ഉത്സവം, ഒച്ചയും ബഹളവും നിങ്ങൾക്ക് കേൾക്കാം. ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. വളരെ ഭക്തി നിർമ്മലമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പടുക്കയ്ക്ക് അകമ്പടിയായിട്ട് പ്രൗഢഗംഭീരമായ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ട്. ഉത്സവം കഴിഞ്ഞ ഉത്സവത്തിനേക്കാളും മികച്ച ഗംഭീരമായ ഉത്സവമാണ് ഇക്കൊല്ലം അരങ്ങേറുന്നത്. ഗജമേള 8ാം തീയതിയാണ്. ഗജമേള വളരെ ഗംഭീരം, കഴിഞ്ഞതിനേക്കാളും വളരെ മികച്ച രീതിയിലുള്ള ഗജമേള. അതുപോലെ തന്നെ പടുക്ക ഘോഷയാത്ര കഴിഞ്ഞ വർഷത്തെക്കാളും മികവ് കൊണ്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു പടുക്ക ഈ വർഷം ഇവിടെ വന്നിരിക്കുകയാണ്. ദേശീയ ഉത്സവം ഉപരി നമുക്ക് പ്രാദേശികമായ ഒരു ഓണം എന്ന് വേണമെങ്കിൽ പറയാം ഈ കൊടുമുട്ടൽ ഉത്സവത്തെ വിശേഷിപ്പിക്കും. ഈ ഗൾഫിലൊക്കെ ഉള്ളവർ ലീവിനൊക്കെ വരുന്ന കൊടുമുട്ടൽ ഉത്സവത്തിനാണെന്നൊക്കെ പറയുന്നുള്ളത് തന്നെ. തീർച്ചയായും ഓണത്തിന് വരുന്നതിലുപരി ഒരു കൊടുമുട്ടൽ ഉത്സവത്തിന് നേരത്തെ തന്നെ ലീവ് പ്ലാൻ ചെയ്ത് ആഘോഷ പരിപാടികളായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് അറിയാം. ഉത്സവത്തിന്റെ ഇടയിൽ ഇവിടെ ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റം നടക്കുന്നുണ്ട് കുട്ടികളുടെ. രാക്ഷസനും ഭദ്രകാളിയും ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവര് ശിവനെയും പാർവതിയും അന്വേഷിച്ചു പോവുക. പുള്ളി ഇതാ കലിപ്പിച്ചു നോക്കുന്നുണ്ട, എന്നെ കണ്ട് കലിപ്പിക്കുവാണ് സംഭവം. എന്നിട്ട് അങ്ങോട്ട് പോയി. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഇവരുടെ, സൂപ്പർ. ശിവനും പാർവതി ഇവിടെ ഉണ്ട്. ഇവരെ ഫ്രണ്ടിൽ പോയ ആ രാക്ഷസനെ അവരെയും തപ്പി നടക്കുവാണ്. ഞാൻ അങ്ങനെ കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുത്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ ശിവൻ്റെ കൂടെ ഞാൻ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഇവരുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. പണ്ടോട്ട് എനിക്ക് ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കൊടുമുട്ടിലെ ഉത്സവം ഇനിയും നമ്മുടെ ഒരുപാട് കാഴ്ചകൾ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. ചൂണ്ട ക്രിയേഷൻ. ഇറ്റ്സ് മീ സുകേഷ് സൈനിങ്.